ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കാണാപ്പുറത്തന്നെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കരുവന്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അറബി കഥകളിലൊക്കെ നാം കേൾക്കുന്ന പത്തേമാരി, അതായത് ഉരുവിന്റെ നിർമ്മാണവും അത് കാണാനും അതിനെക്കുറിച്ച് അറിയാനുമാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയത്. നമ്മളുടെ പുറകിൽ ഈ കാണുന്നത് ബേപ്പൂർ തുറമുഖമാണ്, ഇപ്പുറം ചാലിയമാണ്, അപ്പുറം കരുവന്തിരുത്തിയാണ്. ഇതിന്റെ മൂന്നിന്റെ നടുവിലായിട്ടുള്ള കാക്കത്തുരുത്ത് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു തുരുത്തിൽ നിന്നാണ് ഈ ഉരുവിന്റെ നിർമ്മാണം. കാണാം നമുക്ക് ആ വീഡിയോ. ഞങ്ങളിതാ കരുവന്തിരുത്തിയിൽ ഒരു നിർമ്മാണം കാണാൻ വന്നതാണ്. നമ്മളെ ഫ്രണ്ട് ഷാഹുലുണ്ട് കൂടെ. ഷാഹുലാണ് എല്ലാത്തിനും നമുക്ക് സഹായം ചെയ്യുന്നത്. ഞങ്ങൾ തോണിയിൽ ഒന്ന് അങ്ങോട്ട് പോകണം. ആദ്യമായിട്ടാണ് ഞാൻ തോണിയിലൊക്കെ കയറുന്നത്. അതിൻ്റെ ചെറിയൊരു പരിചയക്കുറവൊക്കെ ഉണ്ടെന്നാലും പുറപ്പെടാം അല്ലേ? ടൂറിസ്റ്റ് ബോട്ടാണ് ആ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്താണ് നിർത്തിയത് ജങ്കാറാണ്. ജങ്കാർ സർവീസ് ഉണ്ട് ഇവിടെ. വാഹനങ്ങളും യാത്രക്കാരെയൊക്കെ കടത്താൻ വേണ്ടിയിട്ടുള്ള സർവീസുകളാണ്. ഒരു തുരുത്താണിത്. ഈ തുരുത്തിൽ 5 കുടുംബങ്ങൾ മാത്രമേ താമസമുള്ളൂ. ഞങ്ങളിതാ ഈ കാക്കത്തുരുത്തിലേക്ക് തോണി ഇറങ്ങിയപ്പോഴാണ് കാലിൻ്റെ അടുത്തേക്ക് ഒരു കൊച്ചു ആമക്കുട്ടി ഇങ്ങനെ നീന്തി വന്നത്. നല്ല മനോഹരമായ ഒരു ആമക്കുട്ടി. സുരക്ഷിതമായിട്ട് തിരിച്ചു വിടുകയാണ്. പുരാതന കാലത്ത് അയൽ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ചരക്കുകൾ എത്തിക്കാനും ഉപയോഗിച്ചിരുന്ന പൂർണ്ണമായും തടിയിൽ മാത്രം നിർമ്മിച്ച ചെറിയ കപ്പലുകളാണ് ഉരു. ഏകദേശം 2000 വർഷത്തിലേറെ പഴക്കമുള്ള പാരമ്പര്യമാണ് ബേപ്പൂർ ഉരു നിർമ്മാണത്തിനുള്ളത്. ഇവിടെ നിലവിൽ 2 ചെറിയ ഉരുക്കൾ പൂർണ്ണമായും പണി കഴിഞ്ഞതും അതുപോലെ വലിയ 2 ഉരുക്കളുടെ പണി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്നിന്റെ പണി ഏകദേശം 90% പൂർത്തിയായി നിൽക്കുന്നതും മറ്റേത് 50% പണി പൂർത്തിയായതുമാണ്. ഓരോരോ രാജ്യങ്ങളിലേക്കായി അവരുടെ ആവശ്യപ്രകാരം വിവിധ തരത്തിലുള്ള ഉരുക്കളാണ് ഇവിടെ നിർമ്മിച്ചു നൽകുന്നത്. പൂർണ്ണമായും മരത്തിൽ മാത്രം നിർമ്മിക്കുന്ന ഈ ഉരുക്കൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ടൂറിസം മേഖലയിലും റോയൽ ഫാമിലിയിലുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. 20ഓളം തൊഴിലാളികൾ ഏകദേശം 1 വർഷത്തോളം തുടർച്ചയായി പണിയെടുത്താണ് ഓരോ ഉരുവും നിർമ്മിക്കുന്നത്. പാരമ്പര്യമായി ഉരു നിർമ്മിച്ചു പോരുന്ന ഒരു വിഭാഗം വിശ്വകർമ്മ തൊഴിലാളികളാണ് ഇന്നും ഇവിടെ ഉരു നിർമ്മിക്കുന്നത്. അപ്പൊ ഇതാണ് സുരേന്ദ്രേട്ടൻ. പിന്നെ നിങ്ങൾ വരുന്ന ശശിധരൻ. ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ പണിക്കാരാണ്. സുരേന്ദ്രേട്ടനോടാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ ഒരു ചെറിയ ഒരു ഇവിടെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് നമ്മളിപ്പോ സുരേന്ദ്രേട്ടന്റെ അടുത്തേക്ക് വന്നത്. ഇതെന്തിനുള്ളതാണ്? ഇത് മിനിച്ചറായിട്ട് അതിന്റെ മോഡല് അതാണ് ഉണ്ടാക്കുന്നത്. ഖത്തറിലേക്കുള്ള ശംഭൂക്ക് എന്ന് പറയും. ആ ശംഭൂക്കിന്റെ മിനിച്ചറാണ്. അപ്പൊ ആ ഓണറായിട്ട് ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ അവർക്ക് കുറെയൂടെ വ്യക്തത കിട്ടും ഇതിന്റെ ഒരു സംഗതികളൊക്കെ, രൂപത്തിനെ കുറിച്ചിട്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഉണ്ടാക്കുന്നത് ഇത്
ഓരോ ഉരു ഉണ്ടാക്കുമ്പോ ഇങ്ങനെ മിനിയേച്ചറിൽ ചോദിക്കാറുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ് അത്? എപ്പോഴെങ്കിലും അത് അവരെ ഒന്ന് പിടിക്കാനും അവരുടെ ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾ അവർക്ക് ചിലപ്പോ ഡിസ്പ്ലേക്ക് വെക്കാനൊക്കെ വേണ്ടി. വെക്കാനും. അർബീസ് ആണ് ഇതിന്റെ ഒക്കെ നാമധേയം കൊടുക്കുന്നത്. അപ്പുറത്തുള്ള ബോംബ് എന്ന് പറയും. ബോംബ് അത് ലേശോടും വലുതാണ്. താല്പര്യപ്പെടുന്നത് കുവൈറ്റിലുള്ളവരാണ്. ഈ ശംഭുക്ക് അധികം താല്പര്യപ്പെടുന്നത് ഖത്തറിലുള്ള ആൾക്കാരാണ്. ശരി. ഇതൊക്കെ എന്താ മരം മുഴുവൻ തേക്ക്. ഈ ഉള്ളിലെ മരങ്ങൾ മാത്രമേ വേറെ എന്തെങ്കിലും കരിമരുത്, വണ്ടേക്ക്, വാഴ അങ്ങനെയുള്ള മരങ്ങളൊക്കെ. അടിവശമൊക്കെ തേക്കിന്റെ മരങ്ങളുണ്ട്. അത് ഈ പഴയ വെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നത് തേക്കാണോ അല്ലെങ്കിൽ അല്ലല്ല, പുതിയ തേക്ക്? പുതിയ തേക്കന്നെ എടുത്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുക അതൊന്നുമില്ല. അത് മറ്റേ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവരുന്ന തേക്കൊക്കെ. നിങ്ങളൊക്കെ ശരിക്കും പാരമ്പര്യമായിട്ട് ഈ ഉരുവിന്റെ പണിക്കാരാണ്? അച്ഛന്മാരൊക്കെ ഇതിന്റെ പണിക്കാരില്ലേ? ഇവിടെ തന്നെയാണോ? എവിടെയാ? ആണോ? അപ്പൊ പണ്ട് കാലത്ത് നിങ്ങളെ ഈ പഴയ തലമുറക്കാരായിരിക്കാം ഇവിടെ ആദ്യമായിട്ട് ഉരുവൊക്കെ ഉണ്ടാക്കി. നമ്മളെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലമുറക്കാരൊന്നും മേശരിമാരായിട്ട് പോയിട്ടില്ല. അതിന്റെ വേറെ ഒരു തലമുറ ആദ്യത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ചന്തത്തി മേശരി, ദാമത്തി മേശരി എന്നൊക്കെ പറയുന്നത് അവരാണ് മേൽനോട്ടം. ഇവരൊക്കെ ആദ്യം ഇതിന്റെ ഉത്ഭവം കുറിച്ചിരുന്ന ആൾക്കാരൊക്കെ. പിന്നെ അതിനുശേഷം എന്റെ അച്ഛന് മേശരി ഒന്നും ആവാൻ പറ്റിയില്ലെങ്കിലും അതില് പിന്നീട് ഇപ്പൊ എനിക്ക് മേശരി ആവാൻ പറ്റിയെന്ന് പറയാം. അത് വലിയ കാര്യമൊന്നുമല്ല. അതെ അതെ, മൈലേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളാണ് പറഞ്ഞു. ഇതിന്റെ അളവൊക്കെ എങ്ങനെയാ? നമ്മൾ അതിന്റെ അളവ് ഇവര് ഒരു നീട്ടവും കാര്യം തരുള്ളൂ, ബാക്കിയൊക്കെ നമ്മളെ കയ്യിൽ തന്നെ. പിന്നെ ഇതിനൊരു കമ്പ്യൂട്ടർ വരെ ഒരു എഞ്ചിനീയറിംഗ് ഒന്നുമില്ല. കൈക്കണക്ക് നമ്മളെ പണ്ടത്തെ ആചാര്യന്മാരെ കണക്ക് തന്നെ. അവര് നീളം തന്നു കഴിഞ്ഞാൽ അതിനെ മൂന്നായിട്ട് അതിന്റെ കൈകാര്യങ്ങളൊക്കെ വീതിയാട്ടെ, നീളാട്ടെ, അങ്ങനെയുള്ളവരുടെ കണക്കാണ് അത്. ഇതിന്റെ ഈ ഞങ്ങളിപ്പം വണ്ടിനെ കുറിച്ച് പറയാൻ ഇതിന്റെ ചേസ് എന്ന് പറയും. ഈ അടിയിൽ കൂടുള്ള മരത്തിനൊക്കെ ശരിക്കും അത് ഒറ്റത്തടിയാണോ? ഇതൊക്കെ ഒറ്റത്തടി തന്നെ, അതൊക്കെ ഒറ്റത്തടി തന്നെ ആണല്ലേ? ഇത് അവിടുന്ന് പറഞ്ഞ ട്രെയിലറില് പറഞ്ഞു കൊണ്ടുപോകുന്ന തേക്ക് വിദേശത്ത് നിന്ന് ഇറക്കുന്നതാണോ? അല്ലെ നമ്മളല്ല, ഇവിടെ ഉള്ളത് ഇവിടെ തന്നെ. എനിക്ക് നമ്മളെ എഞ്ചിനില് പുറത്ത് നല്ല തേക്കൊന്നുമില്ല, ഇന്ത്യൻ തന്നെ തേക്ക്. ഈ ശരിക്കും ഒരു ഉരുവൊക്കെ ഇവിടെ പണി കഴിയുമ്പോ ഏകദേശം എത്ര രൂപ സുമാർ? അങ്ങനെ ആവറേജ് പറഞ്ഞാലൊരു അതിനൊക്കെ 6-7 CR ഒക്കെ വരും. 7 കോടി. ഇപ്പൊ നമ്മളൊരു അറിവാണ് അതിന്റെ ഒരു കറക്റ്റ് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ മുതലാളി തന്നെയാണ്. അത്രയൊക്കെ ഉണ്ടാവും, 7 കോടിയൊക്കെ ആവും. പിന്നെ അത് ഇവിടുന്ന് പോയതിനു ശേഷം വീണ്ടും കുറെ ഡെക്കറേഷൻ വർക്കൊക്കെ ഒരു 15ന്റെ പുറത്തൊക്കെ 15 കോടിയൊക്കെ. ഇപ്പൊ ഇവിടുന്ന് ആദ്യം ഒരു 90 ലക്ഷം 95 ലക്ഷം ഉണ്ടായതുകൊണ്ട് അതിനെത്ര 15ന്റെ പുറത്തൊക്കെ ചാടി. നമ്മള് പൊര ഉണ്ടാക്കുന്ന അതിൽ എത്ര വേണമെങ്കിലും കേട്ടാലോ. ഇവര് വിനോദസഞ്ചാരത്തിനാണോ അല്ലെ അവരെ ആവശ്യത്തിന് തന്നെയാണോ? റോയൽ ഫാമിലി, അത് അവിടുത്തെ ഷെയ്ഖ് ഫാമിലി ഇല്ലേ, അവര് അവിടെ ഇവിടെ എന്താ പറയാ പോയിട്ട് ചുറ്റു പിന്നാനും, അതായത് അവരെ ഉല്ലാസത്തിനുള്ളതൊക്കെ തന്നെ. ഇതിപ്പോ 2 പണി തീർന്നതാണ്. ഇംഗ്ലീഷുകാരന് വേണ്ടി എവിടെയോ പറഞ്ഞു നോർവേയിലേക്ക്. അല്ല, ഇതിപ്പോ പണി തീർന്നതിന് പണി കഴിഞ്ഞു. അതിന് മെഷീൻ വെച്ചിട്ട് കൊണ്ടുപോകാനുള്ള. ഇതിനിപ്പോ ബോട്ടിന്റെ മെഷീൻ ആയിരിക്കും അല്ലെ? ഇത് രണ്ടും ഏകദേശം വലിപ്പം ബോട്ടിന്റെ വലിപ്പേ ഉള്ളൂ. ഈ 2 അതെ, ചെറിയ മെഷീൻ വെച്ചിട്ട്. ഇതിന്റെ മേലെ ഇനി വേറെ എന്തെങ്കിലും അതൊക്കെ അവർക്ക് താല്പര്യം അവര് ചെയ്യും. അത് ഫൈബറിലൊക്കെ ചെയ്യുന്നതായിരിക്കും അല്ലെ? പാർട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ ഞങ്ങളും ചെയ്തു കൊടുക്കും. അതെ. അതിന്റെ ഫ്രണ്ടിലുള്ള ചെറിയ കേബിൻ കപ്പിത്താൻ. അതെ അതെ അതെ, വീൽ ഹൗസ്. അത് അയാൾക്ക് വേണ്ടി വീൽ ഹൗസ് നമ്മളെ ഷെയറിംഗ് വരുന്നത്. അതിലാണ് ചർച്ച വരിക, ഷെയറിംഗ് വരിക. അതിന്റെ പുറകോട്ട് ഏറ്റവും ബാക്കിലൊരു മജ്‌ലിസ് എന്ന് പറയും അറബിയില്. മജ്‌ലിസ് എന്ന് പറയും, അത് അവരുടെ പ്രൈവറ്റ് റൂമാണ്. പിന്നെ താഴെ റൂമും അടിയിലേക്ക് അടിയിലെ റൂം സൗകര്യമൊക്കെ ചെയ്യും. ബെഡ്റൂം ഒക്കെ അതിൽ വരാൻ സാധ്യത. ഈ ഒരു ലെയറിൽ ആദ്യം പ്ലാറ്റ്ഫോം ഉണ്ടാവും. ഇതില് നമുക്ക് അതിന്റെ മോഡൽ കണ്ടാ അറിയാം. പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. ഏകദേശം ഈ വശത്ത് വരും വീൽ ഹൗസ് അല്ലേ? ഇത് ബാക്കിൽ മെഷീൻ വരും. അതിന്റെ ഇതിനെ പാർട്ടീഷൻ ചെയ്യും. പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും പാർട്ടീഷൻ ചെയ്യും. ഇതിന്റെ ഉള്ളിലാണ് റൂം, അവിടെ സ്റ്റോർ റൂം. ബാക്കി ഈ സൈഡ് 2 സൈഡ് പക്ഷെ മറ്റേ അവർക്ക് റൂമായിട്ട് ഉപയോഗിക്കാനുള്ളത് അല്ലേ? ടോപ്പിൽ പിന്നെ ഒരു കേബിൻ. പറയുന്ന ആ കാര്യം പറഞ്ഞ റൂം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഇവർക്ക് വീൽ ഹൗസ് എന്ന് പറഞ്ഞ സ്റ്റെയറിംഗ് ഒക്കെ ചെയ്യുന്ന റൂം അല്ലേ? അവിടെയും വെക്കും. പിന്നെ ഈ റൂംസിന്റെ അതിന്റെ അടുത്തായിട്ട് ആണല്ലേ? എന്തായാലും മുന്നോട്ട് ഒരു കാഴ്ച കിട്ടാനുള്ള രീതിയിൽ ചെയ്യും അല്ലേ? ഏറ്റവും വലിയ നീളം 120 ഫൂട്ട് 120 അടിയാണ്. 120 അടി ഫൂട്ട് കണക്കാണ്. 100 അടി.
ഞാൻ ഏകദേശം ഈ ഉരുവിൻ്റെ മുൻവശത്ത് ഇതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൈറ്റും വെച്ച് നോക്കിയാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഹൈറ്റിലാണ് ഇതിൻ്റെ ആ വലിപ്പം മനസ്സിലാക്കാൻ കഴിയും. ഒറ്റത്തടിയിലാണ് ഇതിൻ്റെ ഈ അടിവശം മൊത്തത്തിൽ ഇവിടുന്ന് മുൻവശത്തുനിന്ന് പുറകു വരെ ഒരു ബീമാണ് മരത്തിൻ്റെ ഒറ്റത്തടിയിലുള്ള. അതുപോലെ തന്നെ മുൻവശത്തുനിന്ന് മേലേക്ക് പോകുന്നതും ഒറ്റത്തടിയാണ്, ഇത്ര നല്ലൊരു വീതിയുള്ള. 120 അടിയോളം നീളവും 25 അടിയോളം വീതിയിലുമാണ് നിലവിൽ പണി നടക്കുന്ന വലിയ ഉരുവിനുള്ളത്. ഇത് കുവൈറ്റിലെ രാജകുടുംബത്തിന് വേണ്ടിയാണ് പണി കഴിപ്പിക്കുന്നത്. ഇവിടെ നമ്മളിതിൻ്റെ ഇങ്ങോട്ട് കയറി വരാൻ ഇപ്പം തൽക്കാലം നിർമ്മിച്ചൊരു കോണിയുണ്ട്. ആ കോണി കൂടെ കയറി വന്നിട്ട് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ടാണ്. പിന്നെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ടൊരു താൽക്കാലിക കോണി ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമുക്കൊരു ഇടുങ്ങിയ വഴിയാണ്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇത് ശരിക്കും റൂമായിട്ടൊക്കെ വേറെ തിരിക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു റൂം പോലെ തിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പുറകോട്ട് ഇങ്ങനെ വേറൊരു റൂം പോലെയും തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ പണികളൊന്നും തീർത്തിട്ടില്ല. അതതിൻ്റെ ചേസായിട്ട് അങ്ങനെ തന്നെ നമുക്ക് കാണാം. അങ്ങനെ മരം എത്ര വൃത്തിയായിട്ട് എത്ര ഇതിലായിട്ടാണ് ഈ മരം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചത് എന്നുള്ളത് ഒരു തോണിയിൽ ആ ഷേപ്പിൽ ഇങ്ങനെ ഓവൽ ഷേപ്പിലായിട്ട്. നമ്മൾ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാലോ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാവില്ല. ശരിക്കും അത് ഇവിടെ വന്ന് കണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം അത്രയും വലിപ്പത്തിലാണ് ഇത്. ഈ ഒരു ഇതിൻ്റെ തൊട്ടടുത്തൊരു ചെറുതുണ്ട്, പക്ഷേ ഇത് വളരെ വലിപ്പത്തിലാണ് ഈ ഉരു ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ കപ്പലിൻ്റെ അതേ വലിപ്പം തന്നെ ഈ ഉരുവിനുണ്ട്. ഇതാണ് ഈ ഉരുവിൻ്റെ ഏറ്റവും മുൻവശം. ഏകദേശം ഒരു 6 ഇഞ്ച് കനത്തിലുള്ള ഒരു ഫ്രണ്ടിലെ ഒരു നൂപുരം പോലെ മുന്നോട്ട് നീങ്ങി നിൽക്കുന്നൊരു സാധനമുണ്ട്. നല്ല ഒക്കെ അതിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ വലിയ ഉരുവിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടൊരു ഇതിനേക്കാളും കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടുള്ളൊരു ഉരുവിൻ്റെ പണി അത് തുടങ്ങിയിട്ടുള്ള ഏകദേശം ഒരു പകുതി ഒക്കെ ആയിട്ടേ ഉള്ളൂ. അത് ഇങ്ങനെ പലക അടിച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ പലകൊക്കെ ഏകദേശം അടിച്ച് കഴിയാറായി. ഇത് ഒന്നിന് നല്ല മനോഹരമായിട്ടുള്ളൊരു കുത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ നോർമൽ വർക്കാണ്. ഓരോരുത്തർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും. ഇതിൻ്റെ മുൻവശത്ത് ശരിക്കും ഒരു മയില് തല തിരിഞ്ഞിരിക്കുന്ന കൊക്ക് പുറകോട്ടാക്കിയിരിക്കുന്ന ഒരു മയിലിൻ്റെ രൂപമാണ്. അതുകൂടാതെ ഈ സൈഡിലൊക്കെ ചെറിയ മീനുകൾ, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കുത്തുപണികൾ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീൻ ഇതിപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. ഇതാണ് ഇതിൻ്റെ നിയന്ത്രിക്കുന്ന ഈ ഏത് വശത്തേക്കൊക്കെ തിരിക്കാനുള്ളതാണ്. ഈ സാധനം പോലും മരത്തിലാണ്, അതായത് ഒറ്റ ഒരു മരത്തിലാണ് ഇതുവരെ ഉണ്ടാക്കിയത്. അപ്പം ഉരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേറെ മറ്റൊരു സാധനം ഇതിൽ കൂട്ടിൽ ഇത് അടിക്കാനുള്ള ആണി വെച്ച് വേറെ ഒന്നും ഇതിൽ മരമല്ലാതെ ഇല്ല. അത്രയും മരം കൊണ്ട് മാത്രം, തേക്കാണ്, നല്ല തേക്ക് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഉരു നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ ഉരുക്കൾ യാതൊരുവിധ ആധുനിക യന്ത്രസഹായവുമില്ലാതെ പരമ്പരാഗത കയറുകളും തടികളും ഉപയോഗിച്ചാണ് കടലിലിറക്കുന്നത്. ഇങ്ങനെ ഉരു നീറ്റിലിറക്കാൻ പ്രശസ്തരായവരാണ് ബേപ്പൂരിലെ മാപ്പിള ഖലാസിമാർ. അങ്ങനെ കാണാപ്പുറത്തിൻ്റെ ഈ ഉരു നിർമ്മാണത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളുടെ മറ്റൊരു മനോഹരമായ വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.